കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കണ്ണാടിയിലൂടെ എന്ന പരിപാടിയിൽ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ആ സ്കൂളിലെ PTA തീരുമാനപ്രകാരം ആ സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല കുട്ടികൾ. എന്നാൽ അതിന് വിപരീതമായി ഒരു +1 വിദ്യാർത്ഥി മൊബൈൽ ഫോൺ കൊണ്ടുവരികയും അത് കണ്ടെത്തിയ അധ്യാപകൻ പ്രിൻസിപ്പലിനെ വിവരമറിയിക്കുകയും ആ മൊബൈൽ ഫോൺ പ്രിൻസിപ്പൽ വാങ്ങി തന്റെ മേശയിൽ വെച്ച് പൂട്ടുകയും ചെയ്തു. എന്നാൽ ആ മൊബൈൽ ഫോൺ തിരികെ ആവശ്യപ്പെട്ട ആ വിദ്യാർത്ഥി, ആ +1 വിദ്യാർത്ഥി മൊബൈൽ ഫോൺ തരില്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊല്ലും, പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. +1 വിദ്യാർത്ഥിയാവുമ്പോൾ ഒരു 16 വയസ്സ് പ്രായം കാണും. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. നമ്മുടെ വിദ്യാർത്ഥികളിൽ, അതായത് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായ മാനസിക വൈകല്യങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ക്രിമിനൽ സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലഹരി മരുന്ന് ഉപയോഗങ്ങൾ, വളരെ വികൃതമായ സ്വഭാവ വൈകല്യങ്ങൾ, ആ സ്വഭാവ വൈകല്യങ്ങൾ അവർക്ക് ലഭിച്ചത് എവിടെ നിന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വീട്ടിൽ ഉള്ള അച്ചടക്ക രഹിതമായി അവരെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലമായിട്ടാവാം. അവര് മനസ്സിൽ വിചാരിക്കുമ്പോൾ രക്ഷകർത്താക്കളായ അമ്മയും അച്ഛനും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത വളർന്നു വന്നതിന്റെ ഭാഗമായിട്ടാവാം. ഇന്ന് കുട്ടികള്, പ്രത്യേകിച്ചും +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികള്, അവര് ഇടനേരങ്ങളിൽ സഹപാഠികൾ ഒരുമിച്ച് അവര് ബേക്കറികളിലോ അതുപോലുള്ള കടകളിലോ അവര് ചെലവഴിക്കുമ്പോൾ അവിടെ നിന്നും അവർ ജ്യൂസ് അതുപോലുള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോൾ അവർ 500ന്റെ നോട്ടാണ് സാധാരണ എടുത്തു നൽകാറുള്ളത്. ഈ 500ന്റെ നോട്ട് അവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചാൽ അത് പലപ്പോഴും രക്ഷകർത്താക്കൾ കൊടുക്കുന്നതാവാം. പോക്കറ്റ് മണി, ഇന്ന് പോക്കറ്റ് മണി സർവ്വസാധാരണമായിരിക്കുന്നു. രാവിലെ മകൻ സ്കൂളിലേക്ക് പോകുമ്പോൾ, മകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പോക്കറ്റ് മണി കൊടുത്തു വിടുന്നു. അതൊരു അവശ്യ വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പോക്കറ്റ് മണി പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് മയക്കുമരുന്നിനും അതുപോലുള്ള മറ്റ് അനാവശ്യ പ്രവർത്തികൾക്കുമായി ആ പണം വിനിയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതവരുടെ മാനസിക വൈകല്യങ്ങളെ വളർത്തിയെടുക്കുന്നതിന് സഹായകരമായ നിലപാടുകൾ ആ പോക്കറ്റ് മണിയിൽ നിന്നും അവർക്ക് പ്രചോദനം ലഭിക്കുന്നു. ഇത് കുട്ടികളെ, അല്ലെങ്കിൽ പ്രായമായി വരുന്ന വിദ്യാർത്ഥികളെ വീടുകളിൽ
ശ്രദ്ധിക്കാത്തത് കൊണ്ട്, രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കാതെ അവര് പണം ആവശ്യപ്പെടുമ്പോൾ അത് എന്തിനാണെന്ന് പോലും അന്വേഷിക്കാതെ അത് കൊടുക്കുന്ന ഒരു പ്രവണത രക്ഷകർത്താക്കളുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്നു. ഇതാണ് ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അവര് സ്കൂളിൽ പോകുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അവരെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അവർ തെറ്റായ രീതിയിൽ തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും രക്ഷകർത്താക്കൾ അന്വേഷിക്കാറില്ല. ഇവിടെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ അല്ലെങ്കിൽ തന്റെ പ്രിൻസിപ്പലിനെ പുറത്തിറങ്ങുമ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം, ആ ക്രിമിനൽ സ്വഭാവമാണ് ആ കുട്ടിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം കുട്ടികളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് മാനസിക പഠനം നടത്തേണ്ട സമയമാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഒരു പഠനത്തിന് വിധേയമാക്കി അതിന് ഇപ്പോഴേ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആ കുട്ടി ഭാവിയിൽ ഒരു ക്രിമിനലായി മാറും. അത് സാമൂഹിക ദ്രോഹികളായി, സമൂഹത്തിലെ പുഴുക്കുത്തുകളായി മാറും. അങ്ങനെ മാറാതിരിക്കണം എങ്കിൽ ഇപ്പോഴേ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച്, ആ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് മനഃശാസ്ത്രപരമായി പഠനം നടത്തിക്കൊണ്ട് അത് ബോധവൽക്കരണത്തിലൂടെയും കർശനമായ നടപടിയിലൂടെയും ഇല്ലാതാക്കാനുള്ള അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തേണ്ടത്. മാത്രമല്ല, തൃശ്ശൂര് ഒരു അനാഥാലയത്തിൽ താമസിക്കുന്ന 2 കുട്ടികൾ, അവർ തമ്മിലുള്ള എന്തോ പിണക്കത്തിന്റെ പേരിൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി 17 വയസ്സുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും കൊച്ചു കേരളത്തിലാണ്, തൃശ്ശൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ വളരെ ചെറുതിലെ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ക്രിമിനൽ സ്വഭാവങ്ങൾ എങ്ങനെ കടന്നു വരുന്നു? അതിന് മുഖ്യ കാരണം മയക്കുമരുന്ന് ആയിക്കൂടുന്നില്ല. ആ പ്രധാന അധ്യാപകനെ, പ്രിൻസിപ്പലിനെ പുറത്തിറങ്ങുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി തനിക്ക് അബദ്ധം പറ്റിപ്പോയി, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്ന് ഒരു പശ്ചാത്താപം എന്ന നിലയിൽ ആ കുട്ടി മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇത് ആ കുട്ടിയുടെ സ്വന്തം മനസ്സിൽ തോന്നി പറഞ്ഞതാവണമെന്നില്ല. ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ പ്രേരണ മൂലമായിരിക്കാം പറഞ്ഞിട്ടുള്ളത്, അല്ലായിരിക്കാം. എന്നാൽ അതൊന്നും ഒരു പരിഹാരം എന്ന നിലയിൽ കണ്ടെത്താതെ ഇത്തരം സംഭവങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിൽ അവിടെയെല്ലാം ഏതെല്ലാം കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായ പഠനം ആവശ്യമാണെന്ന് കണ്ടെത്തി അവരെയെല്ലാം മനഃശാസ്ത്രപരമായി പഠനങ്ങൾക്ക് വിധേയമാക്കുകയും അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നിന്ന് തുടങ്ങണമെന്നും ആ നിലയിൽ കുട്ടികളെ മാറ്റിയെടുക്കണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ വളരെ വിവാദമായിട്ടുള്ളതും ഇപ്പോൾ ഏകദേശമൊക്കെ കെട്ടടങ്ങിയിട്ടുള്ളതുമായ ഒരു സംഭവത്തിലേക്കാണ് അടുത്ത വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം. ആ ഗാനം എഴുതിയത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ്. ആ ഗീതത്തിന് സംഗീതം നൽകിയത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാണ്. ആ ഗാനം പാടിയത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥകളാണ്. ഇത് സാധാരണ നിലയിൽ നോക്കിയാൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് എഴുതിയ പാട്ട്, ഗാനം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈണം നൽകി അവിടുത്തെ ഉദ്യോഗസ്ഥകൾ അത്
അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെക്കുള്ള സ്തുതിഗാനം. ഇതിനൊരു പൂർവ്വ ചരിത്രമുണ്ട്. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിലെ പല ഉദ്യോഗസ്ഥരും കതർ ഉടുപ്പ് ഇട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ വരുന്ന കാണാം. അത് അവരുടെ ഒരു സ്വഭാവ രീതിയാണ്, സർക്കാർ ജീവനക്കാരുടെ ഒരു സ്വഭാവ രീതിയാണ്. ഈ സെക്രട്ടേറിയറ്റിൽ ഉള്ള യൂണിയൻ അവിടെ പഞ്ചിങ്, പല സർക്കാർ ഓഫീസുകളിലും പഞ്ചിങ് ഏർപ്പെടുത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് ഏർപ്പെടുത്തുന്നതിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചവരാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ. അവിടുത്തെ പഞ്ചിങ് മെഷീൻ കേടുവരുത്തിയവരാണ് ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെയുള്ള സ്വഭാവ രീതിയാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കുള്ളത്. സാലറി ചാർജിൽ എത്ര സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു, എത്ര പേര് പങ്കെടുത്തില്ല എന്നുള്ളത് നോക്കിയാൽ അത് കുറെ കൂടി വ്യക്തമാകും. അപ്പോൾ ഇത് സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച ഈ സ്തുതിഗീതത്തിലേക്ക് തന്നെ വീണ്ടും വരാം. ഈ സ്തുതിഗീതത്തിന് ഒരു ചരിത്രമുണ്ട്, ഒരു പൂർവ്വ ചരിത്രമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് രാജാവ് ഒരിക്കൽ കൽക്കട്ട സന്ദർശിക്കാൻ വന്നു. ആ ബ്രിട്ടീഷ് രാജാവിന്റെ കൽക്കട്ട സന്ദർശനത്തോടനുബന്ധിച്ച് ഒരു സ്തുതിഗീതം വേണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമാണിമാർ തീരുമാനിക്കുന്നു. ആ സ്തുതിഗീതം എഴുതുന്നതിന് വേണ്ടി പ്രമാണിമാര് സമീപിച്ചത് ശ്രീ രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ടാഗോർ ആദ്യം വിസമ്മതിച്ചു. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അദ്ദേഹത്തിന് സ്തുതിഗീതം എഴുതേണ്ടി വന്നു. ആ സ്തുതിഗീതമാണ് ജനഗണമന. ആ സ്തുതിഗീതമാണ് ഇന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനഗണമനയിൽ പറയുന്ന സിന്ധു ഇന്ന് പൂർണ്ണമായും പാകിസ്ഥാനിലാണ്. എങ്കിലും ആ സ്തുതിഗീതം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുമ്പ് രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ട് രാജസന്നിധിയിലെ സാഹിത്യകാരന്മാർ, കവിതകൾ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെയാണ് മന്നദേവേന്ദ്ര മണങ്ങുന്നു തിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നുള്ള കവിതയൊക്കെ വന്നത്. അങ്ങനെയാണ്. എത്തൊക്കെ ന്യായീകരണങ്ങൾ ഉയർത്തിയാലും, ഏതെല്ലാം ഭാഗത്ത് നിന്ന് ന്യായീകരണങ്ങൾ ഉയർത്തിയാലും, ഒരു ഇടതുപക്ഷ സർക്കാർ രാജ്യം നാട് ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗീതം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ആ ഗീതം തെറ്റായി പോയി എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും ഉണ്ടാകാതെ പോയത് കഷ്ടം തന്നെയാണ്. മുഖ്യമന്ത്രി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഗാനം ആലപിച്ചപ്പോൾ, ഒരു വിപ്ലവ ഗാനം ആലപിച്ചപ്പോൾ അതും മഴയത്ത് കർശനമായി നിർത്താൻ പറഞ്ഞ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കർശനമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ അത് നിർത്താൻ പറഞ്ഞ അതേ മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു നിർത്താനാണ്. ആ സ്തുതിഗീതം പാടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയും എങ്കിലും അത് തടയേണ്ടതായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, സഹകരണ മേഖലയിൽ പുതുതായി വരാൻ പോകുന്ന മാറ്റങ്ങൾ. സഹകരണ മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ 500 കോടിയിലധികം രൂപ ഉടമസ്ഥനില്ലാതെ കിടപ്പുണ്ട് എന്ന് ഇപ്പോൾ സർക്കാർ തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. കേരളീയ ദർശൻ എത്രയോ മുമ്പ് തന്നെ ഇത് വെളിപ്പെടുത്തിയതാണ്.
പല സഹകരണ സംഘങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഉടമസ്ഥനില്ലാതെ കോടിക്കണക്കിന് രൂപ കിടപ്പുണ്ടെന്ന് കേരളീയ ദർശൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് സർക്കാർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു, കേരളത്തിലാകമാനം 500 കോടിയിലധികം രൂപ ഉടമസ്ഥനില്ലാതെ കിടപ്പുണ്ട്. ഈ തുക ഒരു പ്രത്യേക ബോർഡിലേക്ക് മാറ്റാൻ പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ആക്ഷേപമില്ല. നമുക്ക് ആക്ഷേപമുള്ളത്, കേരള ദർശന ആക്ഷേപമുള്ളത്, പരാതിയുള്ളത് ഈ 500 കോടി രൂപയുടെ പലിശ നാളിതുവരെ കൈപ്പറ്റിയതാരാണ്, അതാരാണെന്ന് അറിയാനാണ് കേരള ദർശന താല്പര്യം. ഈ 500 കോടി രൂപ ഉടമസ്ഥനില്ല കിടക്കുമ്പോൾ അതിന്റെ പലിശയുണ്ടല്ലോ. ഈ പലിശ കൈപ്പറ്റിയിരുന്നത് ആരൊക്കെയാണ്? ആ പലിശ തിരിച്ചെങ്ങനെയാണ് സർക്കാർ ഈടാക്കുന്നത്? അത് ആരാണ് ആ പലിശ കൈപ്പറ്റിയിരുന്നത്? കൈപ്പറ്റിയിരുന്നവർ എല്ലാവരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുള്ളവരിൽ നിന്നും അത് എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നാളിത്രയായി ആ തുകയ്ക്കുള്ള പലിശ കൂടി തിരിച്ചു പിടിക്കണ്ടേ, പലിശ കൂടി ഈടാക്കണ്ടേ? കാരണം ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ കൈപ്പറ്റിയ പെൻഷൻ തുകയും പലിശയും ഈടാക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്തതുപോലെ ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഉടമസ്ഥനില്ലാതെ കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പലിശ കൈപ്പറ്റിയവരിൽ നിന്നും അത് പലിശ സഹിതം ഈടാക്കാനുള്ള നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് എന്നാണ് നടപ്പാക്കുക? ആ തുക, ആ പലിശ കൈപ്പറ്റിയവരിൽ മരിച്ചുപോയവരിൽ നിന്ന് എങ്ങനെയാണ് ഈടാക്കാൻ കഴിയുമോ? അവരുടെ ബന്ധുക്കളിൽ നിന്നും ഈടാക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന സഹകരണ സംഘം ഭരണസമിതിയിൽ നിന്നും, അന്നത്തെ ഭരണസമിതിയിൽ നിന്നും അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? പുതിയ ഭരണസമിതികളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നെല്ലാം ആലോചിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്? ആ നടപടിക്രമങ്ങൾ എന്താണെന്ന് കൂടി കേരളീയ ദർശന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം കേരളത്തിലെ 95% സഹകരണ സംഘങ്ങളും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. അത് ഇതിനു മുമ്പ് പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് ഇതെങ്ങനെയാണ് തിരിച്ചു പിടിക്കണമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ അവസാനമായി പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കിനെ കുറിച്ചാണ്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ചേർന്നുള്ള പണിമുടക്ക്. അതിൽ മുഴുവൻ സർക്കാർ ജീവനക്കാരും പങ്കെടുത്തില്ല, മുഴുവൻ അധ്യാപകരും പങ്കെടുത്തില്ല. പങ്കെടുത്തതാരാണ്? CPIയുടെ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ. അവരോടൊപ്പം കോൺഗ്രസ് അനുകൂല സംഘടനകളും കൂട്ടിനിന്നും പണിമുടക്കി. പണിമുടക്കിയ ദിവസം ഡൈസ്നോണാണ്. ഈ ഡൈസ്നോ എന്താണെന്ന് ഈ പണിമുടക്കിയവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ പണിമുടക്കിയ സംഘടനയുടെ പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിച്ചാൽ ഇത്ര പേര് ഉത്തരം പറയും. ഈ ഡൈസ്നോൺ എന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ അതിന് വിശദീകരണം തരാൻ കഴിയുന്ന എത്ര ജീവനക്കാരുണ്ട്, എത്ര സംഘടനാ നേതാക്കളുണ്ട്? ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കളിൽ എത്ര പേർക്കാണ് ഉത്തരം തരാൻ കഴിയും? NGO യൂണിയന്റെ നേതാക്കന്മാർക്കായി എത്ര പേർക്ക് ഉത്തരം തരാൻ കഴിയും? ഈ ഡൈസ്നോൺ നടപ്പാക്കി ഡൈസ്നോൺ പ്രഖ്യാപിച്ചത് ഏത് സർക്കാരിന്റെ കാലത്താണ്? അതിനെക്കുറിച്ചെല്ലാം ഉത്തരം തരാൻ ഈ ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കൾക്കോ NGO യൂണിയന്റെ നേതാക്കളിൽ എത്ര ശതമാനം പേർക്ക് അറിയാം എന്ന് ചോദിച്ചാൽ അതൊരു വിചിത്ര ചോദ്യമായിട്ട് നിലനിൽക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഡൈസ്നോൺ പ്രഖ്യാപിക്കുന്നത്, ഡൈസ്നോൺ എന്ന് പറയുന്നത് പണിമുടക്കുന്ന ദിവസം പണിമുടക്കിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല, അതാണ് ഡൈസ്നോൺ. ആ ഡൈസ്നോൺ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് ആ ഡൈസ്നോണെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് NGO യൂണിയൻകാരാണ്. കാര്യം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉമാണ്.
അന്ന് ഡൈസോണിനെതിരെ സമരം ചെയ്ത യുവജന സംഘടനയാണ് CPM-ന്റെ അന്നത്തെ യുവജന സംഘടനയായ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ, KSYF. ആ KSYF-ന്റെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. രാമേന്ദ്രപിള്ളയായിരുന്നു. ഇപ്പോൾ പോളിറ്റി ബ്യൂറോയിൽ നിന്നും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്ന S. രാമേന്ദ്രപിള്ള. അതിന്റെ പ്രസിഡന്റ് പാട്യം രാജനായിരുന്നു. CMB-യിൽ നിന്നും CPM-ലേക്ക് ചേർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ കോപ്റ്റ് ചെയ്തിരിക്കുന്ന പാട്യം ഗോപാലിന്റെ അനുജൻ. പാട്യം ഗോപാലിന്റെ പേര് എടുത്തു പറയാൻ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരിൽ ഒരാളാണ് പാട്യം ഗോപാലൻ. അദ്ദേഹം M. E. രാഘവന് മുമ്പ് തന്നെ കേരള നിയമസഭയിലെ പുലിയായിരുന്നു, സുമക്കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് പാട്യം ഗോപാലിന്റെ അനുജൻ പാട്യം രാജൻ എന്ന് എടുത്തു പറയാനുണ്ടായ കാര്യം. അന്ന് ആ ഡൈസോൺ പ്രഖ്യാപിച്ചതിനെതിരെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ യൂണിയൻ. അവരോടൊപ്പം ചേർന്ന് CPM-ഉം KSYF-ഉം ഒക്കെ സമരം നടത്തിയിട്ടുണ്ട്. നിരവധി ബസ്സുകൾ തകർത്തിട്ടുണ്ട്, പോലീസ് ജീപ്പുകൾ കത്തിച്ചിട്ടുണ്ട്, സർക്കാർ ഓഫീസിലെ ഫർണിച്ചറുകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇന്ത്യ യൂണിയൻകാരും CPM-ന്റെ യുവജന സംഘടനയായ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ എന്ന KSYF. അതെല്ലാം പലരും വിസ്മരിച്ചിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവും. അതൊന്നും വീണ്ടും ഓർമ്മിക്കാനോ ആ ഓർമ്മപ്പെടുത്തൽ ഇഷ്ടപ്പെടാനോ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ ഡൈസോണിൽ നിന്ന് വീണ്ടും നിലവിലുണ്ട്. ആ ഡൈസോൺ ഒരിക്കൽ പോലും പിൻവലിച്ചിട്ടില്ല. ഇന്നും സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യുന്ന ദിവസം ശമ്പളമില്ല. അന്ന് അതിനെതിരെ സമരം ചെയ്തപ്പോൾ ചില സാഹിത്യകാരന്മാരാണ് ആ ഡൈസോണിനെ അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയത്. സമരം ചെയ്യുന്നതിനും കൂലിയോ, ആ ഒരു തലക്കെട്ടിലാണ് അന്നത്തെ പ്രമുഖ സാഹിത്യകാരന്മാര് ഒക്കെ MD വാസുദേവൻ നായരെ പോലുള്ളവർ, തകഴി ശിവശങ്കര പിള്ളയെ പോലുള്ളവർ, തോപ്പൻ പാസിയെ പോലുള്ളവർ, ONV കുറുപ്പിനെ പോലുള്ളവർ, സുഗതകുമാരിയെ പോലുള്ളവരെല്ലാം ലേഖനങ്ങൾ എഴുതി. ആ കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് ജോയിന്റ് കൗൺസിലാണ് ആ പണിമുടക്ക് നടത്തിയത്. ആ പണിമുടക്ക് പൂർണ്ണമായി വിജയമായിരുന്നത് CPI-യുടെ കയ്യിലിരിക്കുന്ന CPI ഭരണം നടത്തുന്ന റവന്യൂ വകുപ്പും പൊതുവിതരണ വകുപ്പ്, കൃഷി വകുപ്പ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് അതിൽ പൂർണ്ണമായും സഹകരിച്ചത്. മറ്റാരും പൂർണ്ണമായി സഹകരിച്ചില്ല. അതും കൂടി ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.